ഭയങ്കര വിറ്റാണ്. കസ്റ്റമർ വന്നിട്ട് ബില്ല് ഓർഡർ ഒന്നല്ല എനിക്കായിരുന്നല്ലേ. ഓക്കെ ബൈ. ശരി. ചേട്ടാ ഓർഡർ റെഡിയായോ? ഓക്കെ താങ്ക് യു. ഹായ് സർ ഫുഡ്. ചങ്കുറപ്പുള്ള നിലപാടുകൾക്കൊപ്പം 24 ന്യൂസ്. Various Denim and Casuals Ulsavam Superstar presented by Easty, powered by KSFE. ഞാൻ എത്തിക്കഴിഞ്ഞു നിങ്ങളുടെ മുന്നില്. ഈ നമ്മുടെ സുന്ദരനെ വിളിക്കണ്ടേ? നമ്മുടെ സ്വന്തം ചിന്നു. ചിന്നു ചിന്നു നീ ഉറക്ക വിളിക്കട. നീ അവളെ കാണില്ലമ്മേ. എടാ നീ ഉറക്ക വിളിക്കുന്നു. ചിന്നു ആ ചിന്നു. എടാ അവള് പോണെങ്കി പോട്ടെ, അവക്ക് വേറെ മേടിക്കല്ല. അമ്മ എന്ത് വർത്താനാണ് അമ്മ പറയണത്? വേറെ മേടിക്കാൻ കാറും സ്കൂട്ടറും എല്ലാം മാറ്റി മേടിക്കാനായിട്ട് എന്റെ ഭാര്യയല്ലേ അവള്. ഓ ഭയങ്കര ഭാര്യയാണ്, ഭയങ്കര ഭാര്യ. ഹലോ, വിളിക്കുന്നേ മനസ്സിലായില്ല. ചിന്നുനെ കണ്ടേ? ചിന്നു എന്റെ ഭാര്യനെ കണ്ട? ചേട്ടാ, ചേട്ടന്റെ ഭാര്യനെ എനിക്ക് എങ്ങനെയാ അറിയാ? അവള് ഇങ്ങോട്ട് പോന്നിരുന്നു പറഞ്ഞത്. ചേട്ടാ, ഇതൊരു പ്രോഗ്രാം നടക്കുന്ന വേദിയാണ്. നിങ്ങൾ ആരാ മനസ്സിലായി? ഉത്സവത്തിന് ഇവളുടെ പെണ്ണുമ്പോൾ ഇറങ്ങി പോയിട്ടുണ്ട്. അവളുടെ പെണ്ണുമ്പോൾ അന്വേഷിച്ചു വന്നതാണ് ഞാൻ. ഉത്സവം മനസ്സിലായില്ല ചേട്ടാ. ഇത് ഫ്ലവേഴ്സിലെ ഉത്സവം സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിന്റെ ആങ്കറിങ് ചെയ്യുന്ന ആളാണ് ഞാൻ. ചേട്ടൻ എനിക്ക് തോന്നുന്നു വഴി മാറിപ്പോ. അല്ല, അവള് ഉത്സവം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നാണ് അവള്. 3-4 ദിവസമായി പോന്നിട്ട് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ഉത്സവത്തിലേക്ക് വന്നേന്നുള്ളത്. അങ്ങനെ ഒരാൾ. എന്റെ ചേട്ടന്റെ വൈഫിന്റെ പേര് എന്റെ ഒരു ചിന്നു. ചേട്ടാ ഓക്കെ, ചേട്ടന്റെ ചിന്നു എന്ന് പറഞ്ഞ വൈഫല്ലേ? പ്രശ്നമാക്കണ്ട, നമുക്ക് പരിഹരിക്കാം. പക്ഷെ ഒരു മിനിറ്റ് ചേട്ടാ, ഒന്ന് അവിടെ പോയിട്ട് ഒന്നിരിക്കും പ്ലീസ്. എന്താണ്? അല്ല ചേട്ടൻ ഇവിടെ നിൽക്കും. എന്തെങ്കിലും പറഞ്ഞൂടെ? അവിടെ എനിക്ക് പറയാനായിട്ട് നീ എല്ലാവർക്കും പറഞ്ഞ് പറയണത് ഇത് കിട്ടിയിട്ട് കാര്യമുള്ളവളാ. ഒരു മിനിറ്റ്, ഒന്നും മിണ്ടാ. ഞാൻ ഒന്ന് എന്റെ ഗസ്റ്റിനെ വിളിച്ചോട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ സുന്ദരൻ, നമ്മുടെ സുമുഖനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ചേട്ടാ ചേട്ടാ, ദയവ് ചെയ്ത് ഞാൻ ഈ പ്രോഗ്രാം നടത്തിക്കോട്ടെ. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ഇന്നസെന്റ് ഏട്ടൻ. നമസ്കാരം. നമസ്കാരം. എവിടെയായിരുന്നു? ഇത്ര നേരമായി ഞാൻ കാത്തു നിൽക്കുന്നു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇത്ര സമയം മേക്കപ്പ് ചെയ്യാൻ? പിന്നെ എന്താ, ഞാൻ പോലും അത്ര മേക്കപ്പ് ചെയ്തിട്ടില്ല. ഇല്ലല്ലേ? അല്ല, ചില ആളുകൾക്ക് എന്തൊക്കെ ചെയ്താലും ഒന്നും കാണില്ല മുഖത്ത്. അതിനേക്കാൾ കയ്യടിച്ചോ ഞാനേ ഉണ്ടാവൂ. ഇല്ല വിട്ടു നമ്മള് ഫ്രണ്ട്സ്. അല്ല, ഒരു മിനിറ്റ്. ഫാമിലി ആയിട്ടാണോ ഇത്തവണ വന്നേക്കണേ നിങ്ങള്? എന്റെ ഫാമിലി ഒന്നുമല്ല. പിന്നെ ആര്? ഇന്നസെന്റ് ഏട്ടാ, എനിക്കറിയില്ല ഇവരെ. ഇവരെന്തോ ഉത്സവം അങ്ങനെയൊക്കെ പറഞ്ഞു. ചിന്നു എന്ന് പറഞ്ഞൊരു പേര്. എന്താണ്? എന്റെ ഭാര്യ 4 ദിവസമായിട്ടേ ഉത്സവം എന്നും പറഞ്ഞ് പോന്നേനെ അവള്. അപ്പൊ ഇങ്ങാടെ ഈ ഉത്സവത്തിലോട്ടാ വന്നേന്ന് പറഞ്ഞു. അവളെ കിട്ടാൻ വേണ്ടിട്ട് വന്നാണ്. എന്താ അവളുടെ പേര്? അവളുടെ പേര് ചിന്നു. ചിന്നു. അവൾ അങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടോ? അത് ശരി. അപ്പൊ ഇതാരാ? ഇതെന്റെ അമ്മ. അമ്മയാണ്. അതായത് പ്രധാന. ഞാൻ ചോദിക്കട്ടെ? അല്ല, അമ്മയാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ അവിടെ ആര് നോക്കും വീട്ടില്? മക്കൾ ഇവർക്ക് മക്കളില്ല. കല്യാണം കഴിച്ച ഒരുപാട് നാളായി, പിള്ളേരില്ല. പല സ്ഥലങ്ങൾ പല അമ്പലങ്ങളിലൊക്കെ ഉരുളുകമത്താൻ പോയി. കൊടുങ്ങല്ലൂര്, ചോറ്റാനിക്കര, പറവൂര്, ഇങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ ഉരുളുകമത്താൻ പോയി. ഏവരും രക്ഷ കിട്ടിയിട്ടില്ല. കുട്ടികളില്ല. ആ ഒരു ദുഃഖമുണ്ട് ഇവര്. ഇപ്പൊ ചിന്നു ഭാര്യ പോയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 4-5 ദിവസം. ഇനി പോയിട്ട് വരുമ്പോഴേക്കും എന്തായാലും ഒരു കുട്ടി ഉണ്ടാവും എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ഒരു ദിവസം ഇതുപോലെ ഉരുളുകമത്താൻ പോയി. എവിടെ? ഉരുളുകമത്താൻ ചോറ്റാനിക്കര പോയി. അന്നത്തെ ആളാണ് ഇവൻ.
അപ്പൊ അന്ന് വന്നില്ല തിരിച്ച്? ഇല്ല. എത്ര ദിവസം നിന്നു? അത് 3-4 ദിവസം നിന്നു. 3-5 ദിവസം ഉരുളി കമത്താൻ പോയി, ചോറ്റാനിക്കര പോയിട്ട് തിരിച്ചു വന്നു. അതിനുശേഷം ഉണ്ടായതാണ് ഈ കുട്ടി. ആ അതെ, ഉള്ള കാര്യം പറയണമല്ലോ. അല്ല, അത് കുഴപ്പം. അപ്പൊ അമ്മച്ചിയും ഇത് തന്നെയാണല്ലേ? എനിക്കത് പിടി കിട്ടിയില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കുറച്ചു നേരം ഇവിടെ നിന്ന് നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർക്ക്. ഞാൻ അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ ഓക്കെ. ഒറ്റ മിനിറ്റ്, എനിക്ക് പണി എന്നിട്ടാണോ പോണേ? അല്ലല്ല, കുറച്ചു നേരം കയ്യിൽ വെക്കി. പിന്നെ കാര്യങ്ങൾ പറയണ്ടടാ. ചേട്ടാ, ചിന്നു എന്ന് പറഞ്ഞ ഒരാളെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഉണ്ടോന്ന്. ശരിക്കുള്ള പേര് ചിന്നു തന്നെയാണോ? അല്ല, മൂദേവി. അമ്മ എന്ത് വർത്താനം പറഞ്ഞത്? അഭിനയത്തോട്ട് മൂദേവി എന്നല്ലട്ടാ, മാധവി എന്നാണ് പേര്. ആ, നിനക്ക് അവള് മാധവിയും ശ്രീദേവിയും ഒക്കെ ആയിരിക്കും. പക്ഷെ അവളുടെ സ്വഭാവം അനുസരിച്ചുള്ള പേരാണ് ഞാൻ ഈ പറഞ്ഞത്. ദയവ് ചെയ്ത് നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ. ഇപ്പൊ എന്താ പ്രശ്നം? ചേട്ടന്റെ ഭാര്യനെ കാണാനില്ല. അതെ. ശരിക്കുള്ള പേരെന്താണ്? മാധവി എന്നല്ലേ? ഞാൻ ചേട്ടനൊന്ന് വിളിക്കൂ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ചേച്ചി ഇങ്ങോട്ട് കയറി വരും. മൂദേവി, മാധവി, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കൂല. എന്നാ അമ്മച്ചി വിളിക്കൂ. അമ്മച്ചി വിളിച്ച മാധവി വിളി കേൾക്കുന്നതാണോ ഇപ്പൊ മനസ്സിലായത്? സാർ ഒരു ഉപകാരം ചെയ്യാമോ? ആ, സാറൊന്ന് അവളുടെ പേരൊന്ന് വിളിക്കാമോ? എന്താ പറഞ്ഞേ? എന്താ പേര്? ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവള് വരില്ല. അപ്പൊ സാറ് വിളിക്കണെങ്കിൽ അവള് വരും ചിലപ്പോ. മാധവി. എന്തോ എന്താ? അയ്യോ, ഇതാരാ ഇത്? കണ്ടാ, ഇതെന്താ? ഇത് ഡ്രസ് മനസ്സിലായി ഇപ്പൊ? കണ്ടുള്ള സോങ് കണ്ടില്ല ഇപ്പൊ? ഞാനിവിടെ പട്ടിട്ട് ഇവിടെ കിടന്ന് ഞാൻ വിളിച്ചില്ല, അല്ലറി വിളിച്ചില്ല. എന്നിട്ട് ഇവിടെ ഒരു മൈൻഡ് ചെയ്താ സാറൊന്ന് വിളി മുഴുപ്പിക്കണക്കുമ്പോൾ ഓടിയിട്ട് വന്നിക്കണവള്. ഇതാണ് ഈ മനുഷ്യനെ സംശയമാണ്. എന്തിനാടോ സംശയിക്കണേ? ആ കുട്ടിയെ കണ്ടാലറിയാലോ നല്ല മര്യാദക്കാരിയാണെന്നുള്ളത്. അല്ലേ? പിന്നെ സത്യത്തിൽ ഞാൻ എവിടെ പോയതാന്ന് അറിയാമോ? അതൊന്നും ഈ മനുഷ്യനെ അറിയണ്ട. അതൊക്കെ ഒന്ന് പറയ് കേക്കട്ടോ. ഞാനൊരു കൊച്ചിന് വേണ്ടി ഉരുളി കമിഴ്ത്താൻ വേണ്ടി പോയതാ. എന്റെ പൊന്നു ചേട്ടാ, ഈ മനുഷ്യനെ കൊണ്ട് പോയിട്ട് എന്തായാലും നടക്കുന്നില്ല. അതൊരു ഐശ്വര്യക്കേടായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പല ക്ഷേത്രങ്ങളിലും പോയി ഉരുളി കമിഴ്ത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാ. ഇപ്പൊ അവസാനം പോയത് എവിടെയാ? ഇവിടെ തൃപ്പൂണിത്തുറേന്റെ അടുത്തൊരു അമ്പലത്തില്. ആ അമ്പലത്തിൽ പോയിട്ട് അവിടെ എത്ര ദിവസം നിന്നു? അല്ല, വെറുതെ അറിയാൻ വേണ്ടി ചോദിക്കുക. അവിടെ രാവിലെ മുതൽ രാത്രി വരെ പൂജ തൊഴണമല്ലോ. പിന്നെ അടുത്ത ദിവസമാണ് ഉരുളി കമഴ്ത്തണ്ടേ. ഉരുളി കമഴ്ത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി വീണ്ടും അതിന്റെ അടുത്ത ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ പൂജ. അപ്പൊ 3 ദിവസം, 2-3 ദിവസം നിന്നു. എടോ, തനിക്ക് വേണ്ടിട്ടല്ലേ? ഒരു കുട്ടിയെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ? അല്ലേ? അല്ല, ആ അമ്മയോടും ചോദിച്ചു നോക്കി. അമ്മ സംസാരിക്കാത്ത ഇത്ര നേരം. എന്ത് സംസാരിക്കാന്ന്? അവള് ഉരുളെത്ത അമ്മ അതിനെ കുറിച്ച് പറഞ്ഞില്ല ഇത്ര നേരം. ഞാൻ ഇവളുടെ കുറിച്ച് ഒരു കാര്യത്തിനും തീരുമാനം എടുക്കൂല. നീ ആളെടുക്കണത് എല്ലാ കാര്യങ്ങളും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവര് ലവ് മാരേജ് ആയിരുന്നോ അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ആയിരുന്നു, അറേഞ്ച്മെന്റ് രണ്ടും ആയിരുന്നു. അതായത് ഇവൻ ഇവളെ അങ്ങാടും ഇങ്ങോട്ടും ലവ് ചെയ്തു. പിന്നെ ഇവൻ അറേഞ്ച് ചെയ്ത് കല്യാണം നടത്തിയേക്കണക്ക് മുന്നേ ഇവള് ഓടി ഇവന്റെ അടുത്ത് ചാടിക്കയറി വീട്ടിൽ പോയി. എന്ത് കാര്യങ്ങൾ പറയാനുണ്ട്? ഇവൻ മുഖം തോർത്തിക്കൊണ്ട് അഴയിലിട്ടതാണ്. ഇങ്ങനെ ഇവളെ വിളിക്കാനെന്നും പറഞ്ഞ് പെരക്കാത്തോട്ട് കയറുക. അത്ര നല്ല മനുഷ്യത്തിയാണ് ഇവള്. എന്നെ കൊണ്ട് നിന്റെ കാര്യങ്ങളൊന്നും പറയിപ്പിക്കണ്ട, മനസ്സിലായി? വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയത്തിട്ട്. അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ എല്ലാരും കേൾക്കണം, ഞാൻ എന്തൊരു റിസ്ക് എടുത്താന്നറിയാമോ ഈ മനുഷ്യന്റെ കൂടെ ഇറങ്ങി വന്നത്. നിക്കണേണ്ട. ഈ മനുഷ്യൻ വിഷമിക്കണത് എനിക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ അത്ര റിസ്ക് എടുത്ത് വന്നതാ. 2ാമത്തെ നിലയുടെ മോളിൽ നിന്ന് സാരി കൂട്ടിക്കെട്ടി മൗഗിളിയൊക്കെ ഇങ്ങനെ വള്ളിയിൽ തൂങ്ങി വരുന്ന പോലെ റിസ്ക് എടുത്തല്ലേ ഞാൻ താഴോട്ട് വന്നത്. ആ മോള് കേക്ക്, ആ മറ്റേ സാരുടെ അറ്റത്ത് ഇവളുടെ അച്ഛനും അമ്മയുണ്ടായി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെ അച്ഛനും അമ്മയുടെ താഴെ ഇറക്കിയത്. ഒരു കാര്യം ഞാൻ പറഞ്ഞ വീട്ടിൽ കിടന്ന് വിളവളന്ന് പറയണ പോലെ നോട്ടുകാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താൻ ശ്രമിച്ചാലുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ 1 ഗ്ലാസ് വീമ്പേ കലക്കി തന്നുള്ളൂ. ഇനി മോരിയൊക്കെ 3 ഗ്ലാസ് ഞാൻ കലക്കി തരും. ഇരുന്ന് ബഹുമാനം വേണ്ട. എനിക്ക് അത്ര ബഹുമാനം തരണ്ട. നമ്മളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? കമ്മ്യൂണിസം. ഞാനിവിടെ ഇരുന്നോട്ടേന്ന്. വേറെ സ്ഥലമൊന്നുമില്ല ഇരിക്കാൻ, ഇവിടെ ഇരുന്നോട്ടെ. എന്താ കുഴപ്പമുള്ളത്? ഇപ്പൊ നിങ്ങള് ഫ്രണ്ട്സ് ആയോ? അല്ലാണ്ട് ഇപ്പൊ നിവൃത്തിയില്ലല്ലോ. ഇന്നസെന്റ് ഏട്ടാ, ഇത് വല്ലാത്ത കഷ്ടാട്ടോ. ഇവരെങ്ങനെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഇവിടെ നിൽക്കുന്നേ. അപ്പൊ ഇന്നസെന്റ് ഏട്ടൻ കൂടെ ഇരുത്തുക. അല്ല, അവരെങ്ങനെയെങ്കിലും ഒഴിവാക്കി കഴിഞ്ഞ പിന്നെ ഈ അമ്മച്ചി ഞങ്ങള് പൊക്കോളും. എവിടെ പോവാൻ? അവിടെ തന്നെ ഇരിക്കേ. പിന്നെ എന്നെ കൊള്ള വരാൻ നിൽക്കരുത്. മീറ്റൂല് പെടുത്തോ? അതെ, എഴുന്നേറ്റ്
എന്റെ അങ്ങനെ തന്നെ വേണം. എനിക്ക് ആ അമ്മച്ചി ആദ്യം പോ വിട്ടോ അമ്മച്ചി വിട്ടോ. ചേരുമ്പോഴാണ് ആളയിലിരിക്കണത്. അമ്മ പോലെ അമ്മ അവിടെ ഇരിക്കണം. അവിടെ ഇരുന്നോളാം. ഏയ്, ഇനി നിന്നെ ഞാൻ ശരിയാക്കി പോ. അതെ, എനിക്ക് വേണ്ട, അവിടെ തന്നെ ഇരുന്നാ മതി. അമ്മച്ചി അവിടെ തന്നെ ഇരുന്നോ. ഞാൻ എനിക്ക് ഒരു ശ്വാസക്കുറവുണ്ട് ഇവിടെ ഇരുന്നിട്ട്. എന്ത് സംഭവിക്കുമെന്ന് ഏർപ്പെടുത്തൂല്ല. കേട്ടല്ല അപ്പൊ ഇനി ഇവിടെ ഒരു സമാധാനം തരില്ലല്ലേ? ഇതെന്തോളെ കുടവെട്ടി തയ്ച്ചത്. എന്താ അമ്മച്ചി, ഇത് ഇപ്പോഴത്തെ സ്റ്റൈലാണ്. നീയൊക്കെ എന്തെങ്കിലും അവിടെ എന്നെ കുടുംബത്ത് കാണും കേട്ടോ. അവർക്ക് ഞാൻ പറഞ്ഞത് കൊടുത്തൂല്ലേ ഞാൻ. തൃപ്തിയായില്ലേ നിനക്ക്? ഞാനെന്ത് ചെയ്ത്? നിങ്ങളുടെ തള്ള എപ്പോഴും ഇങ്ങനെയല്ലേ? അതെ, അമ്മച്ചി പിണങ്ങി പോയി. ചേട്ടൻ അത് പോയിട്ട് ആദ്യം ക്ലിയർ ചെയ്യും. അല്ല, ഞാൻ ഇത് ക്ലിയർ ചെയ്തിട്ട് പോളൂ ഞാൻ അവിടുന്ന്. അത് ശരിയാവില്ല. നിങ്ങൾക്ക് എന്താ ഇപ്പൊ എന്താ അറിയണ്ടോ? എനിക്ക് നിങ്ങൾക്ക് നിന്റെ സംശയമാണ് ഇപ്പോഴും. എന്ത് കണ്ട? ഇതാണ് ഇയാൾക്ക് എപ്പോഴും എന്നെ സംശയമാണ്. ഒരാളോട് സംസാരിക്കാൻ പാടില്ല. നല്ലൊരു സാരിയും ബ്ലൗസും ഇത് കണ്ട ഇപ്പൊ തന്നെ മാച്ച് ഇല്ലാത്തത്. അതെന്താ ചേട്ടാ പ്രശ്നം? എന്നെ ആൾക്കാർ നോക്കൂന്ന്. നിനക്കപ്പോ എന്തുവാ നിനക്ക്? ചേട്ടാ ദയവ് ചെയ്ത് ഒരു മിനിറ്റ്. നിങ്ങളുടെ പ്രശ്നം ഇപ്പൊ എന്താണ്? ഇതെനിക്ക് വേറെ കാര്യം തെളിയിക്കാനിലൂടെ ഞാൻ എന്താ നിങ്ങൾക്ക് എന്താ തെളിയിക്കാളോ? ചോദിക്കുന്നു. ചേച്ചി, ചേട്ടൻ ഒന്ന് തെളിയിച്ചോട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ, പറയ്. ഞാൻ പറയട്ടെ. ആ, ഇവൾക്ക് വേറൊരാളുണ്ട് കൂടെ. അവന്റെ കൂടെയാണ് ഇവിടെ വന്നേക്കണം. ഒരു മിനിറ്റ്. ചേട്ടൻ കണ്ടോ? ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട്. ഞാൻ ആരെയും കൂടെ വന്നോന്നല്ല. എനിക്ക് 2 കാലുണ്ട്. ഞാൻ നടന്നിങ്ങോട്ട് വന്നതാണ്. ഒരു ഒറ്റടി അടിക്കാൻ നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ അടിക്കും. അതെ, കണ്ട വിറക്കണ കണ്ട. ആരടിക്കാൻ? ഇന്നസെന്റ് ഏട്ടാ, ഇതൊന്ന് തീരുമാനാക്കി തരൂ. അല്ല, കൂടെ ഒരാളുണ്ട് എന്ന് അദ്ദേഹം അതെ. പറയുന്നു. വന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ ഒരാള്? എന്റെ പൊന്നോ, ആരാണോ എഴുന്നള്ളിക്ക് അങ്ങോട്ട്? ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ. അതായത് ആ, ഞങ്ങളുടെ വാർഡ് മെമ്പർ ഉണ്ടല്ലോ, ഉവ്വ. പുള്ളിയുടെ കൂടെയാണ് ഇവിടെ വന്നത്. വാർഡ് മെമ്പറുടെ കൂടെ പുള്ളിയുടെ കൂടെ ഇവിടെ വന്നേക്കണം. ഞാനത് തെളിയിക്കും. ഞാൻ അവനെ കൊണ്ട് വരുള്ളൂ ഇവിടെ. സാറിന് മുമ്പിൽ ഞാൻ കൂടെ കാണിച്ചേ. ഇയാൾക്ക് എന്താണ് മനുഷ്യ? ഇന്ന് ശരിയാക്കി തരട്ടെ. നിങ്ങൾ ഞാൻ ശരിയാക്കുക. അപ്പൊ നമുക്ക് പ്രോഗ്രാമിലോട്ട് പോവല്ലേ? അതെ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാം തുടങ്ങാൻ. സോറി, പ്രേക്ഷകർ ഒന്ന് വിചാരിക്കരുത് ഇവിടെ എന്തൊക്കെയോ കുടുംബ പ്രശ്നങ്ങൾ നമ്മളും നിങ്ങളൊക്കെ കണ്ടതാണ്. എന്താണെന്ന് ഞങ്ങൾക്കും ഒരു ഐഡിയ ഇല്ല. പക്ഷെ അവരവരുടെ പ്രശ്നങ്ങളായിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം ഇനി തുടങ്ങാൻ പോവാണ്. അടുത്തതായിട്ട് ഉത്സവം സൂപ്പർ സ്റ്റാറിലേക്ക് വരാൻ പോകുന്നത് ഒരു കിഡിലൻ സോളോ പെർഫോമൻസാ. പക്ഷെ ആളൊരു പുലിയാണ്, ഒരു പ്രൊഫഷണലാണ്. ഞാൻ ആരാന്ന് പറഞ്ഞിട്ട് അതിന്റെ രസം കളയുന്നില്ല. പക്ഷെ നിങ്ങൾ അത് നേരിട്ട് കണ്ട് ആസ്വദിക്കൂ. നമുക്ക് ആ ചേട്ടനെ സ്വാഗതം ചെയ്യാലോ. നമ്മുടെ സ്വന്തം ജിനോ ചേട്ടൻ. കോമഡി ഉത്സവം എന്നൊരു പ്രോഗ്രാമിലൂടെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരുപാട് കരിയറിൽ ചേഞ്ച് ഉണ്ടായി. അതുമൂലം ഇന്നിപ്പോൾ ഉത്സവം സൂപ്പർ സ്റ്റാറിൽ എത്താൻ സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട് അതിന് ഐ വുഡ് ലൈക്ക് ടു താങ്ക്സ് ടു ഗോഡ് ഫസ്റ്റ്. എൻ്റെ ഗുരുക്കന്മാർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. എസ്പെഷ്യലി ഫ്ലവേഴ്സ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തരുന്നതിന്. ബാക്കി ആസ് എൻ ആർട്ടിസ്റ്റ് ഓൺ സ്റ്റേജ്. ജിനോ, അല്ല, നിങ്ങൾ അവിടെ നിന്ന് ഒരു വടിയും കയ്യിൽ പിടിച്ച് വരണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് വല്ല പാമ്പിനെ തല്ലി കൊല്ലാൻ വേണ്ടി. അത് എന്താ? അത് എൻ്റെ ഓൺ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിന് DG എന്നാ പറയാ. ഒരു ഡ്രമ്മർ ഉപയോഗിക്കുന്ന ഗിറ്റാർ ആയതുകൊണ്ട് അതിന് ഡ്രമ്മിങ് ഗിറ്റാർ എന്ന് ഞാൻ പേരിട്ടിരിക്കുന്നത്. എൻ്റെ ഓൺ ഇൻസ്ട്രുമെൻ്റ് ആണ്.
അടിപൊളി ചേട്ടാ, അടിപൊളി. ഇന്നസെന്റ് ചേട്ടാ ആ തകർത്തു അല്ലേ? തകർത്തു. വാ ചേട്ടാ. തകർത്തത് കൊണ്ടാണ് ഈ കുട്ടികൾ ഇത്ര വലിയ കയ്യടി. അതെ കേട്ടോ, അവർ കൂടെ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ. സുരേഷ് ചേട്ടാ ഉത്സവം സൂപ്പർ സ്റ്റാറിലെ സ്റ്റാർ തന്നെയാണ്, അതിൽ ഒരു ഇതുമില്ല. Thank you. പക്ഷെ എന്താണ് പുതിയ വിശേഷങ്ങൾ? എൻ്റെ പ്രൊഫഷൻ തുടങ്ങുമ്പോൾ എനിക്ക് 250 രൂപയാണ് എൻ്റെ പേയ്മെൻറ്റ്. അന്ന് ഡ്രംസ് വാടകയ്ക്ക് എടുക്കുന്നു, ഓട്ടോയ്ക്ക് ഡ്രം തിരിച്ചു കൊടുക്കാൻ പോകുന്നു, എല്ലാം കഴിച്ച് വീട്ടിൽ ബസ്സിന് പോകണം. അവിടെ നിന്ന് ഇവിടം വരെ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 100% എൻ്റെ മ്യൂസിക്കും എൻ്റെ ഹാർഡ് വർക്കിംഗ് പിന്നെ മേളിലെ ആള് പുള്ളി കറക്റ്റ്. പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പോൾ ഓൺ ടൈം മാർക്ക് ചെയ്തു. ഇപ്പോൾ പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് പൈസ തരും. ഇതുവരെയായിട്ട് എനിക്ക് അങ്ങനെ ഒരു മുടക്ക് വരുത്തിയിട്ടില്ല. ഒരു കലാകാരൻ ജീവിക്കുന്ന സന്തോഷമായിട്ട് ഞാൻ, എൻ്റെ വൈഫ്, എൻ്റെ മോള്, എൻ്റെ അപ്പ അമ്മ, വെള്ളപ്പൊക്കം വന്നിട്ട് പോലും പേടിയുണ്ടായില്ല എന്നുള്ളതാണ് സത്യമായിട്ട്. വാരിയർ ഡെനിം ആൻഡ് കാഷ്വൽസിന്റെ ഒരു അടിപൊളി സമ്മാനമാണ്. ഓൾ ദി ബെസ്റ്റ്. അടുത്തതായിട്ട് ഉത്സവം സൂപ്പർ സ്റ്റാർ വേദിയിലേക്ക് വരാൻ പോകുന്നത് ഒരു കിഡിലൻ തകർപ്പൻ ഗ്രൂപ്പ് പെർഫോമൻസ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ടീം സ്കോർപിയോൺസ്. 18 വർഷക്കാലമായി സ്കോർപിയോൺസ് ഡാൻസ് കമ്പനി നടത്തി വരുന്നു. കേരളത്തിലെ ആദ്യത്തെ ഫീമെയിൽ ആക്രോബാറ്റിക് ആൻഡ് ഫയർ ഡാൻസ് എന്ന ബഹുമതി ഉണ്ടായിട്ട് കൂടി ഞങ്ങളെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിൽ വന്നതോടുകൂടിയാണ് ഞങ്ങളെ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങിയതും ഒരുപാട് പ്രോഗ്രാംസുകൾ കിട്ടാൻ തുടങ്ങിയതും ഒരുപാട് അംഗീകാരങ്ങളും കിട്ടി. ഇപ്പോൾ ഗൾഫ് പ്രോഗ്രാമിന് വരെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉത്സവം സൂപ്പർ സ്റ്റാറിലാണ് ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. കോമഡി ഉത്സവത്തിൽ തന്ന സപ്പോർട്ടും സ്നേഹവും നിങ്ങൾ ഇതിലും ഞങ്ങൾക്ക് തരണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു.
mamacita. എന്തായിരുന്നു, ഞാൻ ഷോക്കായിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് എനിക്കിങ്ങനെ ടെൻഷൻ കൂടിയായിരുന്നു. പക്ഷെ എന്താ ആ ലാസ്റ്റ് ആ കാലിന്റെ ബാക്കിൽ ചെയ്ത് മോളല്ലേ പെർഫോം ചെയ്തത്? ഇന്നസെന്റ് ഏട്ടാ, കുട്ടി പട്ടാളം കൊണ്ട് എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്, ഞാൻ ഈ പ്രായത്തില് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കാം. അല്ല, ഈ കുട്ടികളൊക്കെ വിചാരിക്കും ഇന്നസെന്റ് അങ്കിൾ പറയണത് നുണയാവും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ പ്രായത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ അവിടെ ഇരിക്കുമ്പോ അങ്ങനെയൊന്നും അല്ലല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞേ. എന്താ പറഞ്ഞത്? ഞാനിത് കഴിഞ്ഞ മാസം ഇതിന്റെ പ്രാക്ടീസ് ഒക്കെ നടത്തിയതാണ്. വൈഫ് ആലീസ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഒഴിവാക്കിയത്. അതാ പന്ത കത്തിക്കണില്ലേ, അത് മാത്രം. എന്നിട്ട് പറയൂ, ആരാ നിങ്ങൾ ഇത് കൊറിയോഗ്രാഫ് ചെയ്തത്? ഇവിടെ വന്നിട്ടുണ്ടോ? സാറിനെ വിളിക്കട്ടെ. അല്ല, ഈ വിബീഷ് സാറ് എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം പഠിക്കാനുള്ള, നിങ്ങൾ പഠിക്കാനുള്ളൊരു കാരണം? സാറേ, ഞാൻ ആകെ 2 മാസമാണ് ഡാൻസ് പഠിക്കാൻ പോയിട്ടുള്ളത്. പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് ഒരു 18 വർഷത്തോളമായി. പറയൂ, പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷനിൽ 3 പ്രാവശ്യം നമ്മൾ വന്നു. ആദ്യം ഒരു പയ്യനെ കൊണ്ടുവന്നു, പിന്നെ ഞാൻ സ്വന്തമായിട്ട് വന്നു ചെയ്തു, പിന്നെ ഈ മക്കളെല്ലാവരും വന്ന് അക്രോബാറ്റിക്സ് ചെയ്തു. ഇപ്പോൾ ഗൾഫ് ഷോന് വരെ ചോദിച്ച് നിശ്ചിച്ചാണ് ഇവിടെ. വാരിയർ ഡെനിം ആൻഡ് കാഷ്വൽസിന്റെ ഒരു അടിപൊളി സമ്മാനം കൂടെ കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഒരു കോംബോ പെർഫോമൻസ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം പ്രമോദ്, പ്രിൻസ് ആൻഡ് ബേസിൽ. ഞാൻ പഠിച്ച എൻ്റെ കോളേജിൽ, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് നെടുങ്കണ്ടം, അവിടെ നിന്നുമാണ് എൻ്റെ കലാജീവിതത്തിന് നല്ലൊരു തുടക്കം കിട്ടിയത്. ഞാൻ പഠിച്ച ആ കോളേജിൽ തന്നെ കോമഡി ഉത്സവത്തിൽ വന്നതിന് ശേഷം ആർട്സ് ക്ലബ് ഇനാഗുറേഷന് എന്നെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചു. കോമഡി ഉത്സവത്തിൽ വന്നതിൽ പിന്നെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റി. പഠിച്ച സ്കൂളിൽ ഗസ്റ്റായിട്ട് വരാനായിട്ട് ഭാഗ്യമുണ്ടായി. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഉത്സവം സൂപ്പർ സ്റ്റാറിലാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ടും പ്രോത്സാഹനവും ഇനിയും എൻ്റെ കൂടെ വേണം. ഹലോ, എന്താണ് ഇന്ന് നമുക്ക് തരാൻ പോകുന്ന സ്പെഷ്യൽസ്? ഇന്ന് ഞങ്ങൾ തമിഴ് താരങ്ങൾ കുറച്ച് പഞ്ച് ഡയലോഗുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. വിശേഷങ്ങൾ ചോദിക്കണ്ടേ? പിന്നെ അതെ, അപ്പൊ അവര് തമിഴ് താരങ്ങളെ അനുകരിക്കാൻ വേണ്ടി പോവാണ്. കാണാം നമുക്ക്. என் வாழ்க்கையில் ஒவ்வொரு நாளும் ஒவ்வொரு நிமிஷம் ஒவ்வொரு நொடியும் நான் சிதைக்கிட்டதுடா. நான் சொன்னேன், நாரா நறுக்கிடுவியா? நான் சாமல நான் தான் முடிவு பண்ணும், நீ சாமல நான் தான் முடிவு பண்ணும். சின்னதா வீடு சத்தம் கேட்ட உடனே வந்து பறக்கிறதுக்கு நான் புறாவா? நின்று நிதானமா இறைய தூக்கிட்டு போற கழுகுடா, ராஜுடா. தமாசே தமாசே. மங்க பணத்தை பற்றி கரெக்டா தெரிஞ்சு வச்சிருக்கங்க. ஆனா என் கோணத்தை பற்றி தெரிஞ்சு வைக்காம போயிட்டுங்க. காசுக்காக என்ன வேணாலும் பண்ணுவேன். ஆனா தன்மானத்தை கொடுத்துக்கிறாருன்னா தலையே போனாலும். பாய், நீ அத்தமேறிட்ட. என் தருமானத்தை சீந்தி பார்த்துட்ட. போலீஸ் வேலை எனக்கு தெய்வம் மாதிரி, போலீஸ் ஸ்டேஷன் எனக்கு கோவில் மாதிரி. அதை அழிச்சிட்டல்ல. ஊரு விட்டு ஊரு, நாடு விட்டு நாடு, கண்ட விட்டு கண்ட, ஊருக்களோட பாஞ்சு குறி வச்சு தாக்குற ஏழுங்கிறடா. தமிழ் பணிகள்லயே இங்க மருங்க வச்சுக்கிட்டு மீசிய முறுக்கிட்டு லுங்கிய கட்டிக்கிட்டு நம்பி யாரு? ஏ கபாலி,
அப்படின்னு சொன்ன உடனே குடிச்சு சொல்லுங்க ஈஸ்மா அப்படி வந்து நிப்பானே அந்த மாதிரி கபால் நினைச்சியாடா கபாலிட்டா நாடா அங்க சத்தம் அதாவது ஒருத்தன் தூங்கிட்டு இருக்கும் போது ஒரு கொசு வந்து கடிச்சுன்னு வச்சுக்க அந்த கொசு பெரிய ஆளாடு ஒரு நாள் மூச்சுங்கிற சொல்ல கடிக்கும் போது பட்டு அடிச்சா பொட்டுன்னு போயிடும் ഒരു നാൾ. ബാഹുബലി എന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടത് മലയാളം ഡബ്ബിങ് വന്നപ്പോഴായിരിക്കും. അപ്പോൾ ബാഹുബലിയിലെ പ്രഭാസിൻ്റെ ശബ്ദം നമ്മൾ മലയാളത്തിൽ കേട്ടിരിക്കുന്ന അരുൺ എന്ന് പറഞ്ഞ ഡബ്ബിങ് ആർട്ടിസ്റ്റിലൂടെയാണ്. അപ്പോൾ ആ ഒരു ശബ്ദം നമുക്ക് കേട്ടോ. എനിക്കും നിങ്ങളെ വിട്ടൊഴിയണം ഒറ്റക്കളവാ. നിങ്ങളെൻ്റെ മകനെ കയ്യേൽക്കുമെന്നെ മാരിക്ക് വാക്ക് കൊടുത്തിരുന്നില്ലേ? നിങ്ങളെ ഭദ്രമായി കൂട്ടിക്കൊണ്ട് ചെല്ലാമെന്ന് ഞാൻ മോൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ബാഹുബലിയെക്കുറിച്ച് ഓർത്താണോ ഭയപ്പെടുന്നത് മാമ? നിങ്ങളെൻ്റെ കൂടെയുള്ളപ്പോൾ ഒരു ആന്തരികം എന്നെത്രാൻ മുതിരില്ല മാമ. ഞാൻ കുറച്ച് സിംഗേഴ്സിൻ്റെ വോയിസാണ്. അപ്പോൾ തമിഴകത്തിൽ നിന്ന് തന്നെ ഇളയതളപതി വിജയ് സാറ് പാടിയ പുലി ഫിലിമിലെ ഒരു സോങ്. வானவில் வட்டமாகுது, வானமே கிட்ட வருது, மேகங்கள் மண்ணில் இறங்கி தோகைக்கு ஆடை கட்டுது. இரவெல்லாம் வெயிலாகி போக, பகலெல்லாம் இரவாகி போக, பருவங்கள் வேஷம் போடுதே. அடி ஏண்டி ஏண்டி என்ன வாட்டுற, அடி ஏண்டி காதல் கடல் തട്ടുற. അടുത്തായിട്ട് ദേവാസുരം സിനിമയിലെ നായകനോടൊപ്പം തന്നെ കട്ടയ്ക്ക് ഇരുന്ന വില്ലനായിരുന്നു നെപ്പോളിയൻ ചേട്ടൻ. അപ്പോൾ നെപ്പോളിയൻ ചേട്ടൻ്റെ ലാലേട്ടൻ്റെ സൗണ്ട് ഒരുമിച്ചൊന്ന് അനുകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നീലാണ്ട ഒരു കാറ് കത്തിയ അതെനിക്ക് പുല്ല. പകരം നിന്റെ തറവാട് കത്തിച്ച് കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയോന്നാ. ഇന്നലെ നടന്നൊന്നും എൻ്റെ അറിവോടെയല്ല. എനിക്കൊരു പടയിലും താല്പര്യമില്ല. നീ വെറുതെ പേടിക്കുകയാണ്. പേടിയല്ല നീലാണ്ട, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം, പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ. അപ്പോഴല്ലേ എനിക്ക് ഈ കളിയിലൊരു ഹരം കൂടൂ. മലയാളത്തിൽ നിന്ന് ഒരു ഗായകൻ നീലത്താമര ഫിലിമിലെ അനുരാഗ വിലോചനായി പാടിയ ശ്രീകുമാർ സാർ. അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. 17 പൗർണമി കാണും അഴകെല്ലാം ഉള്ളൊരു പൂവിന് അറിയാതിന്നെന്തേ എന്തേ ഈ തളനക്കം. പുതുമീനുക്കം ചെറുമയക്കം. അല്ല, വളരെ നന്നായി ചെയ്തു, രണ്ടാളും നന്നായിട്ട് ചെയ്തു. മാത്രമല്ല ഇദ്ദേഹം പേര് ബേസിൽ. ബേസിൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെപ്പോഴും എല്ലാവരും കണ്ട പടം, ഏറ്റവും നല്ല സീൻ, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതായുള്ള സീൻ, അതൊക്കെ ബുദ്ധി എന്ന് പറയുന്നൊരു കാര്യം കൂടി ഏത് മിമിക്രി ആണെങ്കിലും, ഏത് പാട്ടുകാരനാണെങ്കിലും, ഏത് സിനിമാ നടനാണെങ്കിലും, രാഷ്ട്രീയക്കാരനാണെങ്കിലും വേണം. പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ അയാൾ കുറച്ച് കാര്യങ്ങൾ, അതുകൊണ്ടാണ് അയാൾ ആ ദേവാസുരം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് 2 പേരുടെ ശബ്ദം, അത് ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ശബ്ദമാണ്, അത് അസലായിട്ട് ചെയ്തു. ആദ്യ വിശേഷം എന്താണ്? വിശേഷം കോമഡി ഉത്സവത്തിൽ വരാൻ സാധിച്ചത് തന്നെ വലിയ ഒരു ഭാഗ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഒരുപാട് പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട്. ഒരു വലിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ച കോളേജ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് നെടുങ്കണ്ടം, അവിടെ കോമഡി ഉത്സവത്തിന് വന്നതിന് ശേഷം ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചു ആർട്സ് ക്ലബ് ഇനാഗുറേഷൻ. ഞാൻ ഇയാളുടെ ഒരു ധനുഷിന്റെ ഒരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു, സ്പോട്ട് ഡബിങ്.
പക്ഷെ ഇത്ര നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിച്ച ഒരു ഡയലോഗ് ഉണ്ട്. ഇന്നസെന്റിന് കേൾക്കണോ? വേണം. ஏண்டா வெள்ளப்பன் எந்த வேலையும் செய்யாமல் தகுதியான படிப்பு இல்லாமல் உங்கள் அப்பா பணக்காரங்கிற ஒரே காரணத்தினால நோகாமல் நேராக முதல்ல சீட்டில் உட்கார்ந்த உனக்கே எவ்வளோ திமிரு இருக்கே. அப்பா அம்மா கஷ்டப்பட்டு ஸ்கூலுக்கு டொனேஷன் கட்டி எல்கேஜிலேருந்து 10வது வரைக்கும் ஃபெயில் ஆகாமல் படித்து 10வதுல ஈஸியான குரூப் எல்லாம் விட்டுட்டு இந்த குரூப் எடுத்தால் தான் இன்ஜினியராக முடியும்னு கஷ்டமான குரூப்பை எடுத்து ஃபிசிக்ஸ்க்கு ஒரு டியூஷன், கெமிஸ்ட்ரிக்கு ஒரு டியூஷன், மேக்ஸுக்கு ஒரு டியூஷன், ரோடோட அலைஞ்சு அதுக்கு ஃபீஸ் கட்ட பெற்றவங்களை வேறு ரோடோட அலைய விட்டு பப்ளிக் எக்ஸாமில் பாஸ் ஆகிறதுக்கு நைட்டெல்லாம் ஃப்ளாஸ்கில் டீ வச்சு படித்து காலையில் அலாரம் வச்சு இருந்துச்சு படித்து அதில் வாங்குற மார்க் பத்தாமல் டிஎன்பிசி எக்ஸாமுக்கு ஒரு தனியாக ஒரு 2 மாதம் உட்கார்ந்து படித்து அதில் வாங்குற கட் ஆஃப் மார்க் யூஸ்லெஸ்ஸாக போய் அம்மா நகையை அடமானம் வச்சு காலேஜில் சீட் வாங்கி ஃபஸ்ட் இயர்லேருந்து 4th வரைக்கும் வச்சு அரியர்ஸ் எல்லாம் 4th இயரில் மொத்தமாக கிளியர் பண்ணி இந்த சொசைட்டிக்குள்ள நுழைஞ்ச இந்த சொசைட்டி என்ன வேலையிலேருந்து செருப்பால் அடித்து ரோடோட வேலை தேடி அலைஞ்சு 3 வருஷம் 4 வருஷம் வீட்டில் தண்டமாக உட்கார்ந்த அப்பா என்ன தண்டச்சோறு திட்டி சாப்பிட்ற ஒவ்வொரு சாப்பாடு தொண்டையில் சிக்கி சிக்கி வலிச்சு இறங்கி எவனோ ஒரு புண்ணியவான் கடைசியில் ஒரு நல்ல மனுஷனுக்கு வேலை கொடுத்து அதையும் பிடிங்க நினைக்கிற உன்ன மாதிரி ஒரு புறம்போக்கெல்லாம் சமாளித்து இன்னைக்கு முன்னாடி நின்று பேசிட்டு இருக்கிற வேலையில் பட்டதாரி எனக்கு எவ்வளோ திமிரா இருக்கும். ഗംഭീരം അല്ലേ? നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല, അത്രയും സ്പീഡിൽ, അതും അന്യഭാഷ. അതെ, വളരെ രസമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. ഇവിടുത്തെ വിശേഷം എന്താണ്? ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യാനായിട്ട് സാധിച്ചു. ആളുകൾക്ക് പുറത്തിറങ്ങുമ്പോഴൊക്കെ തിരിച്ചറിയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കോമഡി ഉത്സവം വഴി ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉത്സവ സൂപ്പർ സ്റ്റാറിലെ സ്റ്റാറാണ്. അപ്പം ഒരു അടിപൊളി ഗിഫ്റ്റും കൂടെ ഉണ്ട്. പക്ഷെ പ്രമോദനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തമിഴിലെ ആക്ടറാണ് വിജയ് സേതുപതി. എനിക്ക് ഒന്നിവിടെ ഓക്കെ. Are you okay, baby? லவ் நான் பிரச்சனை விடும், சண்டை வரத்தான் செய்யும், நடுவில் கேப்பு விடத்தான் செய்யும். எப்போவுமே மற்றவங்களை கீழே இறக்கிட்டு நம்ம மேலேறி வரணும்னு இருக்கிறது தப்பு. நம்ம மேலே இருக்கப்பறம் இங்கே இடம் இல்லை, கொஞ்சம் கீழே இறக்கணும்னு ஆஸ்கா சொன்னால் அவங்களே இறங்கிடுவாங்க. അപ്പോൾ അടിപൊളി സമ്മാനം കൂടെ ഉണ്ട്. വാരിയർ ഡെനിം ആൻഡ് കാഷ്വൽസിന്റെ അടിപൊളി ഗിഫ്റ്റാണ്.
நாட்கள் ஒவ்வொரு நாளும் ஒவ்வொரு நிமிஷம் ஒவ்வொரு நொடியும் நான் சிதைக்கிறதுடா. நான் சாவல நான் தான் முடிவு பண்ணும், நீ சாவல நான் தான் முடிவு பண்ணும். சின்னதா வீடு சத்தம் கேட்ட உடனே வந்து பறக்கிறதுக்கு நான் பூராவேன். தமிழ் பழகலையே இங்க பறக்க வச்சுக்கிட்டு மீசிய முறுக்கிட்டு லுங்கிய கட்டிக்கிட்டு நம்பி யாரு கபாலி அப்படின்னு சொன்ன உடனே குடிச்சு சொல்லுங்க ஈசுமா அப்படி வந்து நிப்பானே அந்த மாதிரி கபாலி நினைச்சியாடா கபாலிடா. அங்க சத்தம் அதாவது ஒருத்தன் தூங்கிட்டு இருக்கும் போது ஒரு கொசு வந்து கடிச்சுன்னு வச்சுக்க, அந்த கொசு பெரிய ஆளாடு. ஒரு நாள் மூச்சுன்னுங்கிற சொல்ல கடிக்கும் போது பட்டு அடிச்சா பொட்டுன்னு போயிடும். ஒரு நாள் மேலாகி போக பகலெல்லாம் இரவாகி போக பருவங்கள் வேஷம் போடுதே. அடி ஏண்டி ஏண்டி என்ன வாட்டுற, அடி ஏண்டி காதல் கடல் தட்டுற. നീലാണ്ട ഒരു കാറ് കത്തിയ അതെനിക്ക് പുല്ല. പകരം നിന്റെ തറവാട് കത്തിച്ച് കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയോന്നാ. ഇന്നലെ നടന്നൊന്നും എൻ്റെ അറിവോടെയല്ല. എനിക്കൊരു പടയിലും താല്പര്യമില്ല. നീ വെറുതെ പേടിക്കുകയാണ്. പേടിയല്ല നീലാണ്ട, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം, പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ. അപ്പോഴല്ലേ എനിക്ക് ഈ കളിയിലൊരു ഹരം കൂടൂ. അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഇന്ന് ഇവിടെ തൽക്കാലത്തേക്ക് നമ്മളൊരു വൈൻഡപ്പിലോട്ട് പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പെർഫോമൻസ് ഇന്ന്? അസലായിരുന്നു, വളരെ രസമായിരുന്നു. അതിന്റെ കയ്യടിയും ബഹളമൊക്കെയാണ് നമ്മൾ കേട്ടത്. ഒരു കയ്യടി കൂടി ഒന്ന് കൊടുത്ത് എല്ലാവരും കൂടി. എന്നെ ഓടിക്കണ്ട, എനക്കത് പറയാം. എടാ നീ സ്റ്റാച്ചു അടിച്ച് നിർത്തിക്കോ. എന്താണ് ഈ ഒട്ടിപ്പിടിച്ച് കിടന്നത്? എടാ അവളെ വിട, പറയാണ്ട് നിൽക്കൂല, സുല്ല് പറയാണ്ട് വിടൂല. പറഞ്ഞില്ലേ ഇതാണോ നേരത്തെ പറഞ്ഞ ചന്ദ്രൻ എന്ന് പറഞ്ഞേ? ഇയാൾ ആരാ? മെമ്പർ ചന്ദ്രൻ എന്ന് പറയാ. ഞാൻ നേരത്തെ അന്വേഷിച്ചു പോയില്ലേ? ഇവളുടെ കാമോനാണ്. ആവശ്യമില്ലാത്ത പറയരുത്. ഞാൻ എല്ലാരും ഒരുപോലെ സ്നേഹിക്കണം, അറിയാമോ? ഞാൻ ആവശ്യമുള്ളത് പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ. ഇതിന് മാത്രം വെള്ളി ഇതോടെ കണ്ണാക്കി കയറ്റി വെച്ചിരിക്കണ്ട. നീ വാ തുറന്ന വെള്ളിയാണല്ലോ വായിന്ന് വന്നത്. പറയുമ്പോ നിനക്ക് ബുദ്ധിമുട്ടെന്നാണ്. എന്റെ പൊന്നി ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളൊക്കെ ഈ രാഷ്ട്രീയക്കാരാണല്ലോ, മിക്കവാറും ഈ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തകരാണല്ലോ നമ്മള്. പോലീസ് സ്റ്റേഷനാ? ഇംഗ്ലീഷ് പറയില്ലേ, പൊളിറ്റീഷ്യൻ. അതിന്റെ ആൾക്കാരാണല്ലോ നമ്മള്. നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ തന്നെ നടക്കണ്ടേ വേണം. അപ്പൊ ഇവർക്ക് ഷൂട്ടിംഗ് കാണണമെന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ സഹായം ചെയ്തു കൊടുത്തു, അത്രേ ഉള്ളൂ. എന്ത് ചെയ്തോടാ? പഞ്ചായത്തുകാർക്ക് ഒരു സേവനം ചെയ്തു കൊടുക്കണത് തെറ്റാണോ? സാറേ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോണ്. ഞാൻ തെളിവായിട്ടാ വന്നേക്കണേ. തെളിവ് സഹിതമാണ് ഞാൻ വന്നേക്കണേ. ഞാൻ അന്നേരം പറഞ്ഞു. അതായത് ഇത് കണ്ട, ഈ സാധനം എന്ന് പറഞ്ഞാല് എന്റെ വീട്ടുവളപ്പിൽ എന്റെ പറമ്പിൽ കിടന്നിട്ടൊരു ചെരുപ്പാണ്. കണ്ടാ? എന്റെ നാട്ടിലുള്ള ആ പഞ്ചായത്തിലുള്ള എല്ലാവരും ഞാൻ ഈ ചെരുപ്പിടിച്ച്. അവരുടെ അളവ് ശരിയല്ല, കറക്റ്റ് അല്ല. ഇനി ഇവൻ മാത്രം ഇത് ഇടാനുള്ള ചെരുപ്പിന്റെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തോ രസം കണക്ക് ചെരുപ്പാണ് എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നീ ചെരുപ്പിട്ടിട്ട് പോയാ മതി. ചെരുപ്പ് ഒന്ന് ഇട്ടേക്കു, പ്രശ്നം കഴിഞ്ഞില്ലേ? അലർജിയാണ്. അല്ല തൽക്കാലത്തേക്ക് അലർജി. നീ ചെരുപ്പിട്ടാണല്ലേ? ഈ ചെരുപ്പിട്ടില്ലെങ്കിൽ ഇവിടെ കുടുംബത്തേരിലടാ എന്നെ പൊന്നോളെ. ആണിയുള്ള എനിക്ക് ഇടാൻ പറ്റൂല. നീ ചെരുപ്പിട്ട് അമ്മ പറഞ്ഞു മര്യാദ ചെരുപ്പ് അങ്ങനെ പാകമുള്ള സാധനമാണ്. ഞാൻ പറഞ്ഞില്ലേ തെളിവോടെ പിടിക്കൂന്ന് ഞാൻ പറഞ്ഞില്ലേ രണ്ടുപേരും കൂടി. നിർത്ത്.
സാറേ എനിക്ക് ആ സ്ത്രീ എന്റെ അവരുടെ പേര് അമ്മ. മനസ്സിലാക്കും. ഒരു തറവാട്ടമ്മ നിൽക്കണേ കണ്ടോ? പറഞ്ഞു കൊടുത്തത് അവര് പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള ചെരുപ്പുകളൊക്കെ അവർക്ക് തന്നെ കുറെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ അവര് അവര് വല്ല വഴക്കിന് പോയി. നമ്മുടെ ജീവിതം വിവാഹം കഴിഞ്ഞിട്ടുള്ളൊരു കാലഘട്ടം ഒരു സ്കൂട്ടറാണ്. ഫ്രണ്ട് വീല് ഭർത്താവിന്റെ, ബാക്ക് വീല് ഭാര്യയുടെ. അങ്ങനെ ആ സ്കൂട്ടറുമ്മ പതുക്കെ 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 പോയാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം മനോഹരമായിരിക്കും. അത്ര എനിക്ക് പറയാം. അതാണ് സത്യം. അതായത് മനസ്സിലായ ഫ്രണ്ട് വീൽ എന്ന് പറഞ്ഞ ഭർത്താവ് നീ, ഞാനായിരിക്കും. ബാക്ക് വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ. മനസ്സിലായ? നിങ്ങൾ ഒരുപോലെ സന്തോഷത്തിൽ ആ വണ്ടി ഓടിച്ചു പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെ വെറുതെ പഞ്ചായത്ത് മെമ്പറുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടി വല്ല കാര്യമുണ്ടോ? ഞാൻ വെറുതെ സംശയിച്ചാണല്ലോ. ക്ഷമിക്കണോട് അറിയാണ്ടേ ചെയ്തതാണ്. പ്രശ്നമൊന്നുമില്ല. നമ്മൾ പറഞ്ഞപ്പോ സ്കൂട്ടറിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് പിടി കിട്ടി സംഭവം. ഓക്കെ അല്ലേ? ഞങ്ങൾ സ്കൂട്ടറിന് പോയിക്കോട്ടാ. എനിക്ക് അറിയാണ്ട് അല്ല ഇതിനെന്തിനാ ഇവിടെ നിർത്തിയേക്കണേ? അല്ല തറവാടിയല്ലേ? അല്ല, എനിക്കൊരു സംശയം. പറയൂ. ഫ്രണ്ട് വീൽ എന്റെ മോൻ, ബാക്ക് വീൽ എന്റെ മരുമോള്. അപ്പൊ ഈ സ്കൂട്ടർ ഓടിക്കണത് മെമ്പർ തന്നെ ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് പറഞ്ഞാലോ ഇന്നസെന്റ് ഏട്ടാ? ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. ആ ഫോൺ നമ്പർ തരുമോ? ഫോൺ നമ്പർ ആരുടെ? എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു തരാം. ഹലോ, വാട്സാപ്പിൽ നമുക്ക് ചാറ്റ് ചെയ്യാം. ഒന്ന് പോയേ. ഓക്കെ. വേണ്ട അപ്പൊ നമ്പർ വേണ്ട. ഇന്നസെന്റ് ഏട്ടാ, അപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് ഒരു വൈൻഡ് അപ്പ് പറയാണ്. റെഡി അല്ലേ? റെഡി. Warrior Denim and Casuals Ulsavan Superstar presented by EC, powered by KSFE. Signing off, Dia and the Innocent Ethan.